നമസ്കാരം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തലസ്ഥാന നഗരിയിൽ നിരവധി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ വന്ന ചില വാർത്തകളിൽ പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതോടെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ദൃശ്യമാകുന്നത്. IT രംഗത്ത് നടക്കുന്ന വികസനങ്ങൾ, പുതിയ മാളുകൾ, ഇവയെല്ലാം തിരുവനന്തപുരത്തിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുകയാണ്. ഇതിന് തെളിവാണ് കേരള റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി KRERA പുറത്തുവിട്ട കണക്കുകൾ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ ഈ മേഖലയിൽ, അതായത് റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ കാര്യത്തിൽ മുന്നിൽ നിന്ന എറണാകുളത്തിനേക്കാൾ ഈ വർഷം തിരുവനന്തപുരത്ത് പുതിയ രജിസ്ട്രേഷനുകളുടെ എണ്ണം കൂടി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2023 അപേക്ഷിച്ച് 2024 49% വർധനവുണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷത്തെ കണക്കിൽ പുതിയ ഫ്ളാറ്റുകൾ, വില്ലകൾ, വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്ലോട്ടുകൾ, ഇവയെല്ലാം ചേർത്ത് 2987 റെസിഡൻഷ്യൽ യൂണിറ്റുകൾ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തു. ഇതേ കാലയളവിൽ 2864 യൂണിറ്റുകളാണ് എറണാകുളത്ത് രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത്. നേരത്തെ 2022-23 കാലയളവിൽ ശരാശരി 2000-ഓളമായിരുന്നു തിരുവനന്തപുരത്തിലെ രജിസ്ട്രേഷനുകൾ നടന്നിരുന്നത്. കേരളമാകെയുള്ള കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കിയാൽ തിരുവനന്തപുരത്ത് 2987, എറണാകുളത്ത് 2864, തൃശൂർ 1236, കോഴിക്കോട് 1195, പാലക്കാട് 541, കോട്ടയം 245, മലപ്പുറം 149, പത്തനംതിട്ട 122, കൊല്ലം 54, ആലപ്പുഴ 52, കണ്ണൂർ 38 എന്നിങ്ങനെയാണ് റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്ഥിരതാമസം തേടുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. പുതുതായി വരുന്നവരിൽ ഭൂരിഭാഗവും NRIക്കാരും സമീപ സംസ്ഥാനങ്ങളിലെ പ്രൊഫഷണലുകളുമാണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ, സൗകര്യപ്രദമായ താമസ സ്ഥലം, IT, ഉദ്യോഗസ്ഥ മേഖലകളിലെ തൊഴിലുകൾ, ഇവയെല്ലാം തലസ്ഥാന ജില്ലയുടെ അനുകൂല ഘടകങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സന്തുലിതമായ ജീവിത നിലവാരം, മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ മേഖലയിലെ സൗകര്യങ്ങൾ, ഇവയെല്ലാം വിദേശത്തു നിന്ന് നാട്ടിൽ സ്ഥിരമാക്കാനെത്തുന്നവരുടെ ഇഷ്ടപ്പെട്ട ഒന്നായി തിരുവനന്തപുരത്തെ മാറ്റുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും ഇവിടേക്ക് താമസിക്കുവാനായി വരുന്നവരുടെ ഒരു കുത്തൊഴുക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഉണർവേകിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ ഏറ്റവും അനുകൂല ഘടകമായി മാറിയിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലുള്ള മികച്ച സ്ഥാപനങ്ങളും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമാണെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടാതെ IT മേഖലയിലും നിരവധി സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിലും മറ്റു വ്യവസായ മേഖലകളിലും പണിയെടുക്കുന്ന മറ്റു പ്രദേശങ്ങളിലുള്ളവർ താമസിയാതെ തന്നെ ഇവിടെ വാസമുറപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാനിരിക്കുന്നതുമായ വികസന പദ്ധതികൾ പുതിയ പ്രതീക്ഷകൾ നൽകുകയാണ്. അത്തരം സാഹചര്യത്തിലാണ് ഈ പുതിയ കണക്കുകൾ ഈ വസ്തുതകളുടെ ഒരു പ്രതിഫലനം നൽകുന്നത്. ട്രിവാൻഡ്രം പൾസ് എന്ന ഈ ചാനലിൽ തന്നെ ഇതിനോടകം നിരവധി പേർ ജില്ലയിലെ സൗകര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നിരവധി പുതിയ നിക്ഷേപങ്ങൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യക്കാർ ഏറി വന്നതോടെ ഇപ്പോൾ നഗര ഗ്രാമ പ്രദേശങ്ങളിലെ ഭൂമി വിലയിലും ഗണ്യമായ വർധനവ് വന്നിരിക്കുകയാണ്. വൻകിട ഫ്ളാറ്റുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന തരത്തിലുള്ളതല്ല തിരുവനന്തപുരം ജില്ലയിലെ റെസിഡൻഷ്യൽ മേഖലകളുടെ ഒരു പൊതു സ്വഭാവം. ഒരു സന്തുലിതാവസ്ഥ ഈ കാര്യത്തിൽ ഇവിടെ പ്രകടമാണ്. അതാണ് കൂടുതൽ പേരെ ആകർഷിക്കുന്നതിന്റെ മറ്റൊരു കാരണമായി വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഒരു പ്രത്യേക ഭാഗത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരത്തിലല്ലാതെ നഗരത്തിന്റെ സമീപ പ്രദേശങ്ങളിലും അതിന്റെ മുഖഛായ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷം മുൻപ് കണ്ട തിരുവനന്തപുരം അല്ല ഇന്ന് കാണുന്നതെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അടുത്ത വീഡിയോയിൽ തലസ്ഥാനത്തെ പുതിയൊരു വിശേഷവുമായി വീണ്ടും കാണാം. ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക്, കമന്റ് എന്നിവയൊക്കെ നൽകുക.